പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ വിചിത്രവാദങ്ങളുമായി പ്രതികൾ. സിദ്ധാർത്ഥനെ കോളേജിലേക്ക് ആളുമാറി വിളിച്ചു വരുത്തിയതാണ്. ഫോൺ നമ്പർ മാറിപ്പോയെന്ന് പ്രതികളിൽ ഒരാൾ പറഞ്ഞതായാണ് വിവരം. മർദ്ദന വിവരം പുറത്തറിയാതിരിക്കാൻ സിദ്ധാർത്ഥന്റെ ഫോൺ പിടിച്ചുവെച്ചു. ശുചിമുറിയിൽ നിന്ന് മൃതദേഹം പ്രതികളുടെ നേതൃത്വത്തിലാണ് അഴിച്ചെടുത്തത്. മുബഷീർ പി അക്ബറുണ്ട് വിവരങ്ങൾ നൽകാൻ. മുബഷീർ, തികച്ചും വിചിത്രമായ വാദങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ശ്രുതി, അന്വേഷണ സംഘത്തോടാണ് ഇത്തരം ഒരു വാദങ്ങൾ പ്രതികൾ നടത്തിയിരിക്കുന്നത്. നിയമക്കുരുക്കിൽ നിന്ന് പുറത്തു കടക്കാൻ പല വാദങ്ങളാണ് പ്രതികൾ പോലീസിനോട് നടത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സിദ്ധാർത്ഥനെ കോളേജിലേക്ക് വിളിച്ചു വരുത്തിയത് ആളുമാറിയതാണെന്നാണ് പ്രതികൾ പറഞ്ഞിരിക്കുന്നത്. ഫോൺ നമ്പർ മാറിപ്പോയതാണെന്നുമാണ് പ്രതികളിൽ ഒരാൾ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയത്. ക്ലാസ്സിൽ മറ്റു സിദ്ധാർത്ഥുമാരുണ്ടെന്നും അവരിൽ ഒരാളെ വിളിച്ചപ്പോൾ നമ്പർ മാറിപ്പോയെന്നുമാണ് ന്യായീകരണം. എന്നാൽ നമ്പർ മാറിപ്പോയാലും ക്യാമ്പസിലെ പരാതി ഒത്തുതീർക്കാൻ എത്രയും വേഗം തിരിച്ചെത്തണമെന്ന് കൃത്യമായി പറഞ്ഞു എന്ന വിവരങ്ങൾ ഉൾപ്പെടെ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. മാതാപിതാക്കൾ തന്നെ ഇത് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ വിചിത്രമായ വാദങ്ങളാണ് അന്വേഷണ സംഘത്തോട് പ്രതികൾ നടത്തുന്നതെന്നാണ് പ്രാഥമികമായി പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിദ്യാർത്ഥിയുടെ സിദ്ധാർത്ഥന്റെ ഫോൺ അക്രമി സംഘം പിടിച്ചു വെച്ചിരുന്നതായും ഒരു വിവരം ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മർദ്ദനമേൽക്കുന്ന കാര്യം വീട്ടുകാരെയും അതുപോലെ തന്നെ സിദ്ധാർത്ഥ മറ്റാരെങ്കിലും വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് കൂടി കണക്കിലെടുത്തുകൊണ്ടായിരുന്നു അക്രമി സംഘം ഇത്തരമൊരു നീക്കം നടത്തിയിരുന്നത്. കൂടാതെ ശുചിമുറിയിൽ ഒരു വിദ്യാർത്ഥി തൂങ്ങി മരിച്ചതിനു ശേഷം ആ ഒരു മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം ഉടനെ തന്നെ മൃതദേഹം പോലീസ് എത്തുന്നതിന് മുൻപ് അഴിച്ചെടുത്തത് ഈ ഒരു പ്രതികളുടെ നേതൃത്വത്തിലാണെന്ന സുപ്രധാനപ്പെട്ട വിവരങ്ങളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. സിദ്ധാർത്ഥൻ എന്തെങ്കിലും ഇത്തരത്തിലുള്ള കടുങ്കൈ ചെയ്തേക്കാമെന്ന തോന്നലിൽ അതിന് തൊട്ടടുത്ത തലേന്ന് രാത്രി മുഴുവൻ ഈ പ്രതികളായ വിദ്യാർത്ഥികൾ അവിടെ കാവലിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. 18 രാവിലെ സിദ്ധാർത്ഥന് വലിയ കുഴപ്പമില്ലെന്ന് വിലയിരുത്തിയ സംഘം ഉച്ചയ്ക്കും മർദ്ദിച്ചിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് ശുചിമുറിയിലേക്ക് പോയതും പിന്നീട് ഈ ഒരു വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. പ്രതികൾ തന്നെ മൃതദേഹം അഴിച്ചെടുക്കുകയും ഈ ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചിരുന്ന വിവരം ആരോടും പുറത്തു പറയരുതെന്ന് ഹോസ്റ്റലിലുണ്ടായിരുന്ന മറ്റു കുട്ടികളെയും ഭീഷണിപ്പെടുത്തിയെന്നും അന്വേഷണ സംഘത്തിന് ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. ശ്രുതി.